ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ബീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ ഒരു വീഡിയോ ചെയ്യാണ്. എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ്, അതുപോലെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടൊരു വീഡിയോ ആണ്. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങൾ, നാട്ടിലെത്തിയതും, അതുപോലെ കൈക്ക് ചെറുതായിട്ട് വിരലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സർജറി കഴിഞ്ഞ് അങ്ങനെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് ആഫിൻ്റെ വീട്ടിലെ സൽക്കാരം അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാലോ. അപ്പോൾ പോകുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ ഫ്രണ്ടിന് ആഫിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾക്കൊരു സൽക്കാരം ഉണ്ടായിരുന്നു, അതും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നാഫിൻ്റെ ഞങ്ങളൊക്കെ ഫ്രണ്ടാണ് ജംഷി, റെഡ് ഷർട്ട് ഇട്ടത്. ഞങ്ങൾ കുറേ കാലം, എൻ്റെ വൈഫ് ഞങ്ങളൊക്കെ റംല അറിയായിരിക്കും, എൻ്റെ വീഡിയോസിലൊക്കെ ഉള്ളതാണ്. ഓരൊക്കെ ഒന്നിച്ച് നമ്മളെല്ലാവരും ഒന്നിച്ചായിരുന്നു താമസം. അപ്പോൾ ഓനുണ്ട്, ഒരു ഫാമിലി നാട്ടിലാണ്, ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കൂടിയതാണ്. നാഫി ഭയങ്കരമായിട്ടൊരു സൽക്കാരം നടത്തി ഞങ്ങൾക്ക്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണുന്നത്. ഞാനും മോളിൻ്റെ അപ്പയും പപ്പയൊക്കെ കൂടി, പപ്പ എവിടെയും പോകാത്തതാണ്. അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചപ്പോൾ ഞങ്ങളൊന്ന് വന്ന് ഒരുപാട് സന്തോഷമായി. അൽഹംദുലില്ലാ, നല്ല അടിപൊളി പാർട്ടിയായിരുന്നു, ഇതൊക്കെ അടിപൊളിയായിരുന്നു. പാർട്ടി കഴിഞ്ഞ് ഞങ്ങൾ പോരുമ്പോൾ ഒരു 11:30 ഒക്കെ അയക്കുന്നു. അപ്പോൾ നമ്മളെ കൂരാട്ടത്തെ അയൽവാസി കുട്ടികൾ 2-3 ആൾ ഉണ്ട് അവിടെ. അപ്പോൾ നാഫിൻ്റെ റൂമിൻ്റെ ഒക്കെ ആ ഭാഗത്താണ്. അപ്പോൾ അവിടുന്ന് കാണുകയും സംസാരിച്ച് കുറേ ടൈം ഒരേറ്റ് സംസാരിച്ച് അങ്ങനെ നിന്ന്. ഇത് നാഫിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ വഴിയാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവരെ കണ്ടത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒരേറ്റ് സംസാരിച്ച് അങ്ങനെ നിന്ന്. നമുക്കൊരുപാട് വേണ്ടപ്പെട്ട കുട്ടികളാണത്. പിന്നെ അവിടുന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ടൈം അവിടെ അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് നിന്ന്. പിന്നെ വന്നതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ പെട്ടി കെട്ടുകയൊക്കെ ചെയ്യുന്നത്. പെട്ടി കെട്ടാൻ സജീവമായിട്ടുണ്ട് രംഗത്ത്. അപ്പോഴൊക്കെ പെട്ടി കെട്ടി റെഡിയായി തന്ന മോളിന് രണ്ടാളും കൂടെ. അപ്പോൾ അപ്പോഴേക്കും പപ്പൻ്റെ വീട്ടിൽ നിന്ന് പപ്പൻ്റെ ഫ്രണ്ട് വണ്ടിയായിട്ട് വന്ന് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അയൽവാസികളൊക്കെ കൂടെ ഫോട്ടോ എടുത്തതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബീസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒന്നും വിട്ടുപോയത്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. പിന്നെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. അബുദാബി എയർപോർട്ടാണ് ദൂരെ നിന്ന് കാണുന്നത്. മോളിലെ മോൻ്റെ നെറ്റിമേലെ കുട്ടികളെ കളിപ്പിനിടെ കൂടെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ചെറിയൊരു മുറിവായിട്ട് ഗ്ലൂ ചെയ്തതാണ്, ഒട്ടിച്ചതാണ്.
ബോർഡിംഗ് പാസ് കിട്ടണ വരെ മോളിനെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എമിഗ്രേഷനിലേക്ക് പോവാണ്. അതുപോലെ മോളിനെ അങ്ങോട്ട് പോയി. അപ്പോൾ മോൾക്ക് ഭയങ്കര സങ്കടം, ഞങ്ങളെ കൂടെ പോരാൻ വേണ്ടിയിട്ട് സങ്കടമായി ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫ്ലൈറ്റിൽ കുറച്ച് ടൈം ഡിലേ ആയി. ഫ്ലൈറ്റ് കഴിഞ്ഞ് പിന്നെ പുലർച്ചെ 4 മണിയോട് കൂടിയിട്ട് നമ്മൾ എത്തി. ഫ്ലൈറ്റിലെ ഫുഡ് നല്ല ഫുഡായിരുന്നു. എത്തിഹാദ് എയർവേസ് ആയിരുന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു, അടിപൊളി. സാധാരണ ഇപ്പോൾ ഏത് ഫ്ലൈറ്റിലും ഫുഡൊന്നുമില്ല, വെള്ളം പോലും ഇല്ല. അപ്പോൾ ഫുഡ് കഴിച്ച് ഒന്ന് മയങ്ങിയപ്പോഴേക്ക് 4 മണിയായി. നമ്മളവിടെ നാട്ടിലെത്തിയിട്ട് എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ മക്കൾ പേരക്കുട്ടികൾ കൊണ്ടുവരാൻ വന്നത്. പിന്നെ നമുക്ക് ആരുമില്ലല്ലോ കൊണ്ടുവരാനും. മക്കളൊക്കെ അവിടെ അതിനെക്കൊണ്ട്, അല്ലെങ്കിൽ മക്കളാരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും അവിടെ അതിനെക്കൊണ്ട് ഏട്ടത്തിൻ്റെ പേരക്കുട്ടികളാണ് കൂട്ടാൻ വന്നത്. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. അവിടുന്ന് പിന്നെ നമ്മളെ നാട്ടിലെ പുതിയ റോഡും ഒക്കെ ഭയങ്കര രസമായി തോന്നി. ഇപ്പോൾ വീട്ടിലേക്കുള്ള വഴിയിലാണ്. നാടിൻ്റെ വികസനം ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് നാടുകൾക്ക്. പോകുമ്പോൾ കണ്ട റോഡൊന്നും അല്ലല്ലോ. നല്ല ദിവസമായി നല്ലൊക്കെ റാത്തായിട്ട് വീട്ടിലെത്താൻ പറ്റി. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ വന്ന പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നൊക്കെ ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ചായയും പലഹാരമൊക്കെ റെഡിയായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടിൻ്റെ പപ്പൻ്റെ പെങ്ങളെ മോനും മരുമകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ചായയും കുടിച്ച് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് വീട്ടിലെത്തി. പിന്നെ വൈകുന്നേരം ഒരു പാമ്പച്ചവും ചായയൊക്കെ ഉണ്ടാക്കി അത് കുടിച്ച് ഉച്ചതുപോലെ ബിരിയാണി വാങ്ങുക ചെയ്ത്. അവന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ എടുക്കാതായിട്ട് ഏതൊക്കെ എടുക്കണം എന്തൊക്കെ പറയണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ പിറ്റേന്ന് രാവിലെ സുബഹി സ്കെച്ച് ഞങ്ങൾ പപ്പൻ്റെ പങ്ങന്മാരടുത്തൊക്കെ പോയി. അതുപോലെ എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ ആങ്ങളൻ്റെ മോനെ കുടിയിൽ നിൽക്കണം. അപ്പോൾ അവിടെയൊക്കെ നിർബന്ധമായിട്ടും ഉച്ചഭക്ഷണത്തിന് അങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ കണക്കാക്കി അങ്ങോട്ട് പോയി. ഇത് വലിയ പെങ്ങളെ വീട്ടിലാണ്. പിന്നെ എൻ്റെ മലയാളത്തിൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടെ കയറി. പിന്നെ ചെറിയ ആങ്ങളുടെ വീട്ടിലേക്ക് ആൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആങ്ങളുടെ മോൻ്റെ വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് പോന്ന്. പിന്നെ പിറ്റേന്നാണ് സർജറി. അതുകൊണ്ടാണ് വേഗം പോക്കും വരുമൊക്കെ വേഗം കഴിച്ചത്. അപ്പോൾ സർജറിക്ക് പോകുമ്പോൾ ഞാനും പപ്പ ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പോയി. തന്നെ പിന്നെ പപ്പ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അല്ല ഫുഡൊക്കെ കുറച്ചൊക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അന്നത്തെ പോക്കിൽ എല്ലാത്തിൻ്റെ അടുത്തുകളടുത്തും ആങ്ങളമാരടുത്തൊക്കെ പോയി.
അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെയാണ്. റെഡ് കാർപ്പറ്റ് എൻ്റെ ദേഹത്തെയാണ്, ദേഹത്തിന് മോളാണിത്. ഇവരെ മക്കളാണ് കൊണ്ടുവരാൻ വന്നത്. തൊട്ടൊക്കെ നേരെ എടുത്തോളെ പേരക്കിട്ടാണ് വയലറ്റ് ഡ്രസ്സിട്ട് എല്ലായിടത്തും പോയി രാത്രിയായി വീട്ടിലെത്തുമ്പോഴേ. അത് പിറ്റേന്ന് രാവിലെ ഞാൻ പപ്പക്ക് എൻ്റെ കൈ നനക്കാൻ പാടില്ല, സർജറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല. കുറേ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പുട്ട്, ചെറുപയർ കറി, അതുപോലെ ചോറ്, പരിപ്പ് പടവലങ്ങ കറി, ഉണക്കല ഉണ്ടാക്കി. ഉണക്കൽ ഭയങ്കര ഇഷ്ടമാണ്. ഉണക്കൽ പൊരിച്ചത്, മീൻസ് ഉപ്പേരി, അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് ആണ് പോയത്. ഉണ്ടാക്കി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ശരി കുറച്ച് റെഡിയാക്കി. പിന്നെ ചോറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഇത് നാട്ടിൻ്റെ മരുന്നോട് പേരിൽ പറഞ്ഞു വലിയ നല്ല സുഖമില്ലായിരുന്നു. പിന്നെ വരുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇത് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കൊണ്ട് ഓർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കിച്ചണും സ്റ്റൗവൊക്കെ നല്ല തുടച്ചൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടാണ് പോയത്. പപ്പൊക്കെ അങ്ങനെ ഒന്നും പണിയിട്ട് ശീലമില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് വെക്കുന്നത്, അതിന് മക്കളൊന്നും ഇല്ലാതെ. എല്ലാം റെഡിയാക്കി വെച്ചാലും തുടക്കതൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഹോസ്പിറ്റലിൽ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഒരു 1:30 ആയപ്പോഴത്തേക്ക് സർജറി കഴിഞ്ഞ് വൈകുന്നേരം 4:30 ആയപ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്തി. അത് ക്ലീനാക്കിയിട്ടൊന്ന് അങ്ങനെ കാണിച്ചതാണ്, ജസ്റ്റ് ഒന്ന്. സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള എനിക്കിങ്ങനെ പ്രഷർ കൂടിയായിരുന്നു. സർജറി കഴിഞ്ഞതിന് ശേഷം നല്ല വേദനയൊക്കെ ഉണ്ടായി, നല്ല പേടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വാർത്തയായി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. പിന്നെ വന്ന അന്നും പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നൊക്കെ ഉള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. കുറേ അതിൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഇതുവരെ കണ്ടിട്ട് ആരും വന്നിട്ടില്ല വീഡിയോയ്ക്ക്. ഞാൻ ഓർഡറിൽ വീഡിയോ ഇടണമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ വീട്ടിൽ, അതുകൊണ്ടിങ്ങനെ വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ജിവിസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയ വീഡിയോസായിട്ട് വരുന്നതാണ് ഇൻഷാല്ലാ. ഇനി മുടങ്ങാതെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കും. ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ, കയ്യൊന്നും നനക്കാനൊന്നും വയ്യ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ്. പിന്നെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നിങ്ങൾ വീഡിയോ ഇടല് നിർത്തരുതെന്ന് പറയും. പണ്ടെന്താ അങ്ങനെ അവിടെ എത്തുമ്പോഴേ ആകെ ബിസിയാവും, അപ്പോൾ ഇടാൻ കഴിയില്ല. അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്. ഇനിയും ഞാൻ എല്ലാ വീഡിയോസും എടുത്തേക്കാറുണ്ട്, ഒന്നും അത് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല, സൗണ്ട് കൊടുക്കാൻ കഴിയില്ല, ടൈം കിട്ടായിട്ട് തന്നെ. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഓർഡറിൽ പോണവരെ ഇടണം, പോയിട്ടും ഇടണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇതുവരെ വീഡിയോ കണ്ടവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.